കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ ചെയ്തിരുന്നത് എല്ലാ വർഷവും പ്രിൻസിപ്പിളിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ എല്ലാ വർഷവും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ വൺ പീരീഡ് ഇസ് കോമ്പൗണ്ടഡ് ടു ദി പ്രിൻസിപ്പിൾ ടു ഗെറ്റ് ദി പ്രിൻസിപ്പിൾ ഫോർ ദി നെക്സ്റ്റ് പീരീഡ്. അപ്പം നെക്സ്റ്റ് പീരീഡിന് ഉള്ള ഇൻട്രസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ എമൗണ്ട് കാണാനായിട്ട് പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ദ ടൈം പീരീഡ് ഫോർ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് മേ ബി ആനുവൽ, സെമി ആനുവൽ ഓർ എനി അതർ റെഗുലർ ടൈം പീരീഡ്. അതായത് ഇയർലി ആവാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആവാം, ക്വാർട്ടർലി ആവാം, അല്ലെങ്കിൽ വേറെ ഏത് റെഗുലർ ടൈം പീരീഡും ആവാം. ഓക്കെ, ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ആനുവലി അല്ലെങ്കിൽ സെമി ആനുവലി ഓർ ഹാഫ് ഇയർലി, ക്വാർട്ടർലി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഈ റേറ്റ് അതുപോലെ ടൈം പീരീഡിലൊക്കെ വരുന്ന സ്ലൈറ്റ് ചേഞ്ചസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം പ്രോബ്ലത്തിൽ 6% 2 ഇയേഴ്സ് സെമി ആനുവലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആണ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് പകുതിയാവും, 3% ആവും. ദെൻ 2 ഇയേഴ്സ് ആണ് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് എന്നുള്ളത് 4 ആക്കി എടുക്കണം, n 4 ആക്കി എടുക്കണം. ബിക്കോസ് ഒരു ഇയറിൽ 2 ഹാഫ് ഇയർ ആണുള്ളത്. സോ 2 ഇയറിൽ 4 ഹാഫ് ഇയേഴ്സ് ഉണ്ടായിരിക്കും. ഇനി 8% 4 ഇയേഴ്സ് ഹാഫ് ഇയർലി ആണെങ്കിൽ അഗെയിൻ റേറ്റ് പകുതിയാവും. സോ 4%. ദെൻ എന്നിൻ്റെ വാല്യൂ, അതായത് ടൈം പീരീഡ് നമ്മൾ എടുക്കേണ്ടത് 4 ഇയർ ഹാഫ് ഇയർലി എന്ന് പറയുമ്പം ഒരു ഇയറിൽ 2 ഹാഫ് ഇയർ. സോ 4 ഇയറിൽ മൊത്തം 8 ആയിരിക്കും. സോ n is 8. ദെൻ 4% 2 ഇയേഴ്സ് ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ 4 ക്വാർട്ടർ ഉള്ളത്. സോ 3 months അങ്ങനെ 4 ക്വാർട്ടർ ചേരുമ്പോഴാണ് 12 months ആവുന്നത്. ഓക്കെ, സോ അങ്ങനെ ആകുമ്പോൾ n 8 എടുക്കുക, റേറ്റ് 1%, 4/4. ഇഫ് r is the rate percentage per annum and the amount A total amount ആണ്, then P is the principal and n is the number of years. Amount at the end of n years will be, total amount കാണാനുള്ള ഇക്വേഷൻ ആണ് A equal to P into 1 plus R by 100 all raised to n. ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് കുറച്ചാൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡയറക്റ്റ് കാണാനായിട്ട് ഇക്വേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ട് കണ്ടതിന് ശേഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനായിട്ട് ടോട്ടൽ ഇൻട്രസ്റ്റിൽ നിന്നും പ്രിൻസിപ്പൽ എമൗണ്ട് കുറയ്ക്കുക. ഓക്കെ, ടോട്ടൽ എമൗണ്ട് കാണാനുള്ള ഇക്വേഷനാണ് P into 1 plus R by 100 all raised to n.
Find sum at the end of 4 years for rupees 10,000 at 10% per annum compound interest. So compound interest ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 4 years 10% ആണ് പ്രിൻസിപ്പൽ, 10,000 ആണ് പ്രിൻസിപ്പൽ, 10% ആണ് റേറ്റ്, പെർ ആനും ആണ്, ആനുവലി ആണ്, സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ പ്രിൻസിപ്പൽ 10,000 ആണ്, പീരീഡ് 4 years ആണ്, റേറ്റ് 10%. ഇനി ഇക്വേഷൻ നമുക്കറിയാം, എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഓൾ റേസ് ടു എൻ, അതായത് ടോട്ടൽ എമൗണ്ട് കാണാനുള്ള ഇക്വേഷനാണ്. സോ 10,000 ഇൻറ്റു 1 പ്ലസ് ആർ, ഇവിടെ 10 ആണ്, ആർ 10 ബൈ 100 ഓൾ റേസ് ടു എൻ 4 ആണ്. സോ 10,000 ഇൻറ്റു 1 പ്ലസ് 10 ബൈ 100 എന്നുള്ളതിനെ 100 പ്ലസ് 10 ബൈ 100 എന്നെഴുതാം. സോ 110 ബൈ 100 ഓൾ റേസ് ടു 4. 10,000 ഇൻറ്റു 11 ബൈ 10, 0 പോയി കഴിഞ്ഞാൽ 11 ബൈ 10 നമുക്ക് 1.1 കിട്ടും. 1.1 ഹോൾ റേസ് ടു 4 ആണ്. സോ 10,000 ഇൻറ്റു 1.1 ഹോൾ റേസ് ടു 4 നമുക്ക് 1.4641 ആണ് കിട്ടുന്നത്. സോ ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് 14641 ആണ്. ഓക്കെ, ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പം സപ്പോസ് പ്രിൻസിപ്പൽ 100 രൂപയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണെന്ന് വിചാരിക്കാം. 3 ഇയറിലേക്കാണ് കാണുന്നതെന്ന് വിചാരിക്കാം, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പം ഫസ്റ്റ് ഇയർ നമുക്കറിയാം പ്രിൻസിപ്പൽ 100ഉം റേറ്റ് 10% ആണ്. സോ 100ൻ്റെ 10%, 100 ഇൻറ്റു 10 ബൈ 100, സോ 10 റുപ്പീസ് കിട്ടും, റൈറ്റ്. സോ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 10 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. സോ 110 രൂപ. ഇനി സെക്കൻഡ് ഇയറിലേക്ക് കാണുമ്പോഴാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ആയിരുന്നുവെങ്കിൽ വീണ്ടും 100ൻ്റെ 10% ആണ് കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ടോട്ടൽ എമൗണ്ട് നമുക്ക് 110 രൂപയാണ്, 110ൻ്റെ 10% ആണ് കാണുന്നത്. സോ 110 ഇൻറ്റു 10 ബൈ 100 നമുക്ക് 11 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും കൂടി നമുക്ക് ടോട്ടൽ എമൗണ്ട് 121 ആണ് കിട്ടുന്നത്. ഓക്കെ, സെക്കൻഡ് ഇയർ കഴിയുമ്പം. ഇനി തേർഡ് ഇയറിലേക്ക് എങ്ങനെയായിരിക്കും? അഗൈൻ സെക്കൻഡ് ഇയറിലെ ടോട്ടൽ എമൗണ്ട് 121 ഇൻറ്റു അതിൻ്റെ 10%, 10 ബൈ 100 12.1. അപ്പം തേർഡ് ഇയർ കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 121 പ്ലസ് 12.1, റൈറ്റ്, ദാറ്റ് ഈസ് 133.1 കിട്ടും. ഇങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Find value of compound interest on rupees 22,000 for 24 months at 8% compounded semi-annually. ഓക്കെ, അപ്പം സെമി ആനുവലി ആണ് പറഞ്ഞിരിക്കുന്നത്. സെമി ആനുവലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഹാഫ് ഇയർലി. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് 22,000 ആണ്, റേറ്റ് 8% ആണ്. 8% എന്ന് പറയുമ്പോൾ ഹാഫ് ഇയർലി ആയതുകൊണ്ട് റേറ്റ് പകുതിയാവും. സോ റേറ്റ് 8/2 4% എടുക്കുക. ദെൻ 24 months ആണ് പറഞ്ഞിരിക്കുന്ന പീരീഡ്. 24 months ഇസ് 2 years. അപ്പം 2 years ആണ്. ഇനി സെമി ആനുവലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആണ്. സോ ഹാഫ് ഇയർലി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും 2 ഇയർ എന്ന് പറയുമ്പോൾ 1
ഇയറിൽ 2 ഹാഫ് ഇയർ. സോ 22 4. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക വാല്യൂസ്. എ ഈക്വൽ ടു എമൗണ്ട് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഓൾ റൈസ് ടു എൻ. പി എന്ന് പറയുന്നത് 22,000 ആണ്. ഇൻറ്റു 1 പ്ലസ് റേറ്റ് 4 ബൈ 100 ഓൾ റൈസ് ടു 4. ഓക്കെ, 22,000 ഇൻറ്റു 1 പ്ലസ് 4 ബൈ 100 ദാറ്റ് ഈസ് 1.04 എന്ന് എഴുതാം. 1 ഇൻറ്റു 100 പ്ലസ് 4 ബൈ 100. സോ 100 plus 4, 104 by 100 whole raised to 4. So 104 by 100, 1.04 whole raised to 4. 20,000 into 1.04 whole raised to 4 എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 25,735.6 കിട്ടും. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടൽ എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പിൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ്. സോ കുറയ്ക്കുമ്പോൾ നമുക്ക് 3735.6 കിട്ടും. ഓക്കെ, ഇൻ വാട്ട് ടൈം വിൽ എ സം ഓഫ് റുപ്പീസ് 1234 amount to rupees 5678 at 8% per annum compound interest payable quarterly. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1234 രൂപ 5678 രൂപയാകുന്നു 8% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ. അത് എത്ര ടൈം പീരീഡിലാവുന്നു എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്വാർട്ടർലി ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ടോട്ടൽ എമൗണ്ട് ആണ് 5678. സോ പ്രിൻസിപ്പിൾ സ്വാഭാവികമായിട്ടും 1234 ആണ്. ഇനി ക്വാർട്ടർലി ആയതുകൊണ്ട് തന്നെ റേറ്റ് 8/4 2 ആണ്. ഓക്കെ, ഇനി ടൈം പീരീഡ് ആണ് നമുക്ക് കാണാനുള്ളത്, n ആണ് കാണാനുള്ളത്. ഓക്കെ, സോ A ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R ബൈ 100 ഓൾ റൈസ് ടു n. ടോട്ടൽ എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ 4 എഴുതാൻ കാരണം നമ്മൾ അറിയാം ക്വാർട്ടർലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ക്വാർട്ടർലി ആകുമ്പോൾ ടൈം പീരീഡ് 4 ഇരട്ടിയാവും. ഓക്കെ, സോ 4n എന്ന് എഴുതാം. ഇനി 5678 ആണ് ടോട്ടൽ എമൗണ്ട് ഈക്വൽ ടു 1234 ഇൻറ്റു 1 പ്ലസ് 2/100 whole raised to 4n. Right. So 1234 into 1 plus 2/100 എന്നുള്ളത് 1.02 എന്ന് എഴുതാം raised to 4n. Okay, so 5678 equal to 1234 into 1.02 raised to 4n. Now 5678 divided by 1234 equal to 1.02 raised to 4n എന്ന് എഴുതാം. ഓക്കെ, സോ 5678 by 1234 നമുക്ക് കിട്ടുന്നത് 4.6013 ആണ്. റൈറ്റ്, ഈക്വൽ ടു 1.02 റൈസ് ടു 4n. ഓക്കെ, ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് രണ്ട് സൈഡിലും ലോഗ് എടുക്കാം. ഓക്കെ, സോ ലോഗ് നമുക്കറിയാം, നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷനൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടായിരിക്കും, ഹാർമോണിക് പ്രോഗ്രഷനൊക്കെ പഠിച്ചപ്പോൾ ലോഗ് 4.6013 ഈക്വൽ ടു ലോഗ് 1.02 റൈസ് ടു 4n. ഓക്കെ, ഇനി ഒരു ലോഗിൻ്റെ ഒരു റിസൾട്ട് നോക്കാം. ലോഗ് എക്സ് റൈസ് ടു വൈ എന്നതിനെ നമുക്ക് y ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതാം. ഓക്കെ,
ജസ്റ്റ് ഈ ഒരു റിസൾട്ട് അറിഞ്ഞിരിക്കുക, അത് മാത്രം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ലോഗ് 4.6013 ഈക്വൽ ടു 4n ഇൻറ്റു ലോഗ് 1.02 എന്ന് എഴുതാം. ഓക്കെ, അതായത് log x റേസ് ടു y ഈക്വൽ ടു y ഇൻറ്റു log x ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. ലോഗ് 1.02 റേസ് ടു 4n ആയിരുന്നു. സോ അതിനെ നമുക്ക് 4n ഇൻറ്റു ലോഗ് 1.02 എന്ന് എഴുതാം, y ഇൻറ്റു log x എന്ന് പറയുന്ന ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ച്. ഓക്കെ, ഇനി കാൽക്കുലേറ്ററിൽ ലോഗ് 4.6013 അടിക്കുക. അപ്പോൾ നമുക്ക് 0.6629 കിട്ടും. ദെൻ 4n ഇൻറ്റു ലോഗ് 1.02 0.0086 ആണ്. ഇനി 4n ഈക്വൽ ടു 0.6629 ബൈ 0.0086. സോ n ഈക്വൽ ടു 0.6629 ബൈ 0.0086 ഇൻറ്റു 4 എന്ന് എഴുതാം. സോ അതിൻ്റെ റിസൾട്ട് 19.27 ആണ്. ഓക്കെ, 19.27 ഇയർ എന്ന് വേണമെങ്കിൽ പറയാം.